ഞാൻ ഈ വാടി പേരപ്പനെ കൊണ്ട് അഡ്മിറ്റാണ്. അന്നപ്പോൾ ഞാൻ അവിടുന്ന് സൗണ്ട് കേട്ടിട്ട് ഓടി ഇറങ്ങി വന്നാൽ വീണ് കിടക്കുമ്പോൾ ഡയറക്റ്റ് ഓടിപ്പോന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുവ് പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തുളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അതാ ചോര, അല്ലാതൊന്നുമില്ല. കൊച്ചിന് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്ന് വരില്ല. പക്ഷേ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ബാത്റൂം ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. അതിപ്പോൾ ഇവിടെ വന്നിട്ട് പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല. ഇത്രയും ബിൽഡിംഗ് കഴിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ, അത്ര ശബ്ദം. ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതാണ്. അവരേ ഉള്ളൂ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് മരണം സംഭവിക്കത്തക്ക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മരിക്കുന്നില്ല. അവർക്ക് ഇത് വീണല്ല, അവളെ ഇത് സ്ട്രെച്ചറെ അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൽ വന്നിട്ട് വീണതാ. അല്ലാതെ അതിന് സാരമായിട്ട് പരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. അത് ഇത് ബിൽഡിങ്ങിന് കാരണം 2 പില്ലറിനിടയിൽ ഇമിങ്ങിയൊന്നും അല്ലായിരുന്നു. ആ വീണേൻ്റെ ദേഹത്തൊക്കെ അങ്ങനെ ഒരു പരിക്ക്. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തോളൂ. ഒരാൾ അപ്പുറത്തെ സൈഡിലായിരുന്നു. അവർ തെറിച്ച് വീണത്. ബാത്റൂമിൽ നിന്ന് പറഞ്ഞു. ബാത്റൂമാണ് വീണത്. അത് നോർമലായിട്ടുണ്ട്. ഇത്ര പഴക്കോടവും. പിന്നെ മാത്രമല്ല, ബാത്റൂം എന്ന് പറയാൻ അറിയാം, വെള്ളം എപ്പോഴും കണ്ടിന്യൂ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന. അന്നിപ്പം നനവ് വരും. ഇപ്പം മഴക്കാലമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഇതാ ബാത്റൂം, ഈ കാണുന്ന ബാത്റൂം. അല്ലാതെ ഒരു പിടിയില്ല ചേട്ടാ. ഞാനിവിടെ വാടി പേരപ്പൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം അതൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യമായിരുന്നു. ഇത്രയേ ഉള്ളൂ. അല്ല, ഞാൻ വന്നപ്പോൾ ഒരാൾ അന്നിപ്പം എല്ലാവരും കേരളെന്ന് പറഞ്ഞപ്പം അത് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറി എടുത്തോണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചെറിയ 10-14 വയസ്സ് കാണും മാത്രം. അതെനിക്കറിയത്തില്ല. കാഷ്വാലിറ്റി കൊണ്ടുപോയി, നമുക്കറിയാൻ പറ്റത്തില്ല. ഇവിടുന്ന് മറ്റേത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഞാൻ എന്നിട്ട് ദേഹത്തോട്ട് ഇത് വീഴുമ്പോൾ ദേഹത്തോട്ട് അത് കൂട്ടത്തിൽ ഇങ്ങ് പോന്നു. അതിൻ്റെ ദേഹത്ത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലായിട്ട് തലയിലോ അല്ലെ മുഖത്തോ അങ്ങനെ ഒന്നും വീണ്ടില്ല. ആ ഇരിക്കുന്ന മതിൽ പോലത്തെ ആ പില്ലറിൻ്റെ ഇടയ്ക്കായിട്ട് കൊച്ചു നിൽക്കുമായിരുന്നു. അത് എണീറ്റ് തന്നെ നിൽക്കുമായിരുന്നു പിടിച്ച്. അത് ഞാൻ കൊച്ചിനെ മാത്രമേ എടുത്തോണ്ടിറങ്ങുള്ളൂ. വേറെ കൊച്ചിനോട് ചോദിച്ചപ്പോൾ വേറെ അധികം ആരും കാണത്തില്ല. അങ്ങനെ വലിയ മരണം സംഭവിക്കാൻ തക്കതായിട്ടില്ല. ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഫീൽഡ് മാത്രമേ വീണിട്ടുള്ളൂ.